കണ്ണൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. മുത്തിയങ്ങ വയൽ സ്വദേശി AK ശ്രീധരനാണ് മരിച്ചത്. ചെണ്ടയാട്ടെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അരുൺ, നാട്ടുകാരുടെ വലിയ പ്രതിഷേധം നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ വനമന്ത്രി പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് കാട്ടുപന്നി ശല്യമുള്ള ഇടങ്ങളിൽ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ലൈസൻസ് പഞ്ചായത്തിന് നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല എന്നൊക്കെയാണ്. എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? നാട്ടുകാരുടെ രോഷം ശമിച്ചിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെയാണ് ശ്രീധരൻ്റെ കൃഷിയിടം. ഈ കാണുന്ന നമ്മൾ തൊട്ടപ്പുറം, അതായത് നമ്മൾ നിൽക്കുന്ന ഈ ഇടത്ത് നിന്ന് തൊട്ടപ്പുറമാണ്. അവിടത്തേക്ക്, അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് നടന്ന് മറ്റ് കൃഷിയിടങ്ങൾ കടന്ന് അങ്ങോട്ടേക്ക് ശ്രീധരൻ പോകുന്നതാണ്. പക്ഷേ ഇതിന് മുമ്പ് അങ്ങനെ കാട്ടുപന്നിയുടെ ആക്രമണം ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് പറയുന്നത്. പക്ഷേ കാട്ടുപന്നിയുടെ ശല്യം സ്ഥിരമായി ഈ പ്രദേശത്ത് ഉണ്ടാവാറുണ്ട്. ചേച്ചി, എങ്ങനെയാണ് ഈ കാട്ടുപന്നിയുടെ ശല്യം? വാഴയും കിഴങ്ങ് കൃഷിയെല്ലാം നശിപ്പിക്കുന്നുണ്ട്. അത് ഇന്നലെയോ അതാ ചെയ്തിട്ട് കിഴങ്ങുള്ളത് കുത്തിയിളക്കിയിട്ട് അവിടെ നമ്മളെ കണ്ടാവും. ആദ്യമായിട്ടൊന്നുമില്ല, കുറേ. പക്ഷെ മനുഷ്യന്മാർക്ക് ഇതാ കാണുന്നത്. മറ്റ് നമ്മളെല്ലാം കാണുമ്പോഴൊക്കെ ഓടി കളിയാ. എന്തെങ്കിലും ഒച്ച കേൾക്കുമ്പോൾ, ശബ്ദം കേൾക്കുമ്പോൾ ഓടും. ഇത് ഇങ്ങനെയാണ്. പിന്നെ രാത്രി കാലങ്ങളിൽ ഇതെല്ലാം കൃഷി നശിപ്പിക്കല്ലേനു. ഇത് ഇന്നലെയും പകൽ രണ്ടിനെ കണ്ട്. ഇതിനു മുമ്പ് ഈ കാട്ടുപന്നിയുടെ വിഷയത്തിൽ പഞ്ചായത്തിലൊക്കെ പരാതി ഏടെയും ആര് കൊടുത്തേന് എന്ത് കൊടുക്കേന്? ഇതിങ്ങനെ നശിപ്പിക്കാൻ നമ്മളെ പോയ പോക്ക്. പറമ്പിൽ വരെ ഒരു വസ്ത്രം വെക്കുന്നില്ല. തെങ്ങും കഴുങ്ങും എല്ലാം ഇത്രയുള്ള തെങ്ങും തൈയിലൊക്കെ ഒത്തിപ്പൊരിച്ചടക്കുന്നു. ആർക്കും ഇതിനോട് രക്ഷയില്ലല്ലോ. പഞ്ചായത്തിലും പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ചേച്ചിയുടെ കൃഷി നമ്മളെ സ്ഥിരം നമ്മളെ കണ്ടവന് ഇത് നമ്മളതാണ്. ഇതിൻ്റെ അപ്പുറത്തേനുള്ള എൻ്റെ ഭർത്താവ് ഓടി വരുമ്പോൾ ഇതാ വാഴയും മരച്ചീനിയും പച്ചക്കറി എല്ലാം വെക്കും. ഇതാ മരച്ചീനി ഇന്നലെ പൊരിച്ചിട്ട് കുറേ ആടാ. ഇപ്പൊ ഈ മരിച്ച ശ്രീധരന്റെ കൃഷിയിടത്തിൽ മുമ്പും മോനെ എല്ലാം മൊത്തത്തിൽ പന്നീൻ്റെ ശല്യം തന്നെയാണ്. നമുക്ക് കൃഷി ചെയ്താൽ വയ്യ, ലാസ്റ്റ് എന്താ കിട്ടിയാൽ കിട്ടിയില്ലേ പോയി. ഇത് ലോട്ടറി ടിക്കറ്റ് എടുത്ത വലിയ കിട്ടിയാൽ കിട്ടി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിത് ചെയ്യാണ്ട് പറ്റൂലല്ലോ. സ്ഥിരമായിട്ട് വരുന്ന ഒന്നും കിട്ടുന്നില്ല നമുക്കിപ്പം കുറേ കൊല്ലങ്ങളായിട്ട്. ഇപ്പോൾ ഇതെങ്ങൾക്ക് വന്നാൽ കാണാം. ഒരു കണ്ടം കേങ്ങ നട നിരത്തിയിട്ടിട്ട് ഞാൻ പായ് വാങ്ങിയിട്ട് 2000 റുപ്യേൻ്റെ കെട്ടി നിന്നിട്ടും ബാക്കിയായിട്ടില്ല. എന്നിട്ടും പന്നീൻ്റെ ഇടയ്ക്ക് ഒരു കാഷ്ണം ബാക്കിയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ പരാതിയൊന്നും ഉണ്ടായിട്ടില്ല. കൊടുക്കുന്നു, പരാതി കൊടുത്തിട്ട് ഓർവാർ ഇടിയൊന്നും ഒന്നുമില്ല എന്ന് പറയും. പിന്നെ കൊടുത്തിട്ട് എന്നാ വേണ്ട? ഈ പന്നി വരുമ്പോ നിങ്ങൾ എന്താ ചെയ്യാറ്? നമ്മൾ ഇതാ കെട്ടിക്കൊടുക്കും. 2000-3000 റുപ്യേൻ്റെ പായ് നീളെ 1 മീറ്റർ നീളത്തിൽ വാങ്ങി കെട്ടിക്കൊടുക്കും. എന്നിട്ട് ഇപ്രാവശ്യം ഞാൻ ഇന്നലെ ചെന്ന് നോക്കുമ്പോൾ തികച്ചും പന്നി അതിൻ്റെ പണി വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി കാണിച്ച ഇങ്ങനെ കുത്തി കീറിക്കളഞ്ഞ് ഒരു കണ്ടം തേച്ച് നശിപ്പിച്ച് കളഞ്ഞ്.